ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാൾട്ടംപർ കപ്പിൾസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ സെഫാങ്കുട്ടനെ ഞാൻ വാതിലടച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് ഇലകളുണ്ട്, അപ്പോൾ അതൊന്ന് അടിക്കാൻ പോയേക്കാണ്. അതതിനെ കൊണ്ട് അമ്മ പറഞ്ഞു സെഫാങ്കുട്ടനെ വാതിലടച്ചിട്ടോ, പുറത്തേക്ക് ഓടിപ്പോയി പേരൊക്കെ ചുറ്റി ഓടുന്ന ഒരു പരിപാടിയുണ്ട്. വണ്ടികൾ വന്നാൽ കൂടി അറിയില്ല. അപ്പം രാവിലെ നൂലപ്പാണ് ഉണ്ടാക്കിയത്, അത് നമ്മൾ കഴുകി വെക്കേണ്ടത് വേഗം തന്നെ അതൊക്കെ കഴുകി അവിടെയൊക്കെ തുടച്ചിട്ടു. അത് കഴിഞ്ഞ് നൂലപ്പത്തിൻ്റെ പാത്രം ഞാൻ മുകളിൽ സ്ലാവിൻ്റെ മുകളിൽ എടുത്തിട്ടു കേട്ടോ. എന്തെങ്കിലും നമ്മളൊരു പഴക്കൽ കെട്ടിഞ്ഞാട്ടിട്ടുണ്ട്. സെഫാങ്കുട്ടൻ വിഷമിച്ചിരിക്കുക, വേറെ വലിയ വിഷമമൊന്നുമല്ല. അതായത് അവനെ എപ്പോഴും ഇറയത്തിരിക്കണം, അതാണ് അവൻ്റെ ഒരു ഇഷ്ടം. അവന് കാറ് കണ്ടു കഴിഞ്ഞാൽ കാറ് കളിച്ചിരുന്നുള്ളൂ. എൻ്റെ മോളും മുരിങ്ങൂരാണ് കേട്ടോ. സ്കൂളിലെ പരീക്ഷ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തന്നെ പാപ്പൻ്റെ കൂടെ പോയിട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാനുള്ള പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്ത് ഇടാണ് കേട്ടോ. സെഫാങ്കുട്ടൻ്റെ കാറ് അതിലതിലെ ഓടിക്കൊണ്ടിരിക്കട്ടെ. അവനൊരു കുഞ്ഞ് കാറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ബർത്ത്ഡേക്ക് അച്ഛൻ അയച്ചു കൊടുത്ത ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചു കൊടുത്ത ഒരു കാറുണ്ട്. അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാർ കേട്ടോ. അപ്പം വേഗം തന്നെ സാമ്പാറിനുള്ള പരിപ്പ് ഞാൻ അങ്ങനെ സാമ്പാർ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിന് പരിപ്പിട്ടിട്ട് ഉപ്പിടും. ചിലർ പരിപ്പിടുമ്പോൾ ഉപ്പിടില്ല. അതിൻ്റെ പരിപ്പിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ നോക്കി കുറച്ച് അത് ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് വിസിലടുപ്പിക്കട്ടോ. അത് കഴിഞ്ഞ് പരിപ്പ് വെന്ത് കഴിയുമ്പോഴേ കഷ്ണങ്ങളുള്ള ഉരുളക്കിഴങ്ങ് വേഗം തന്നെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെഫാന പുറത്തേക്ക് പോകാത്തിട്ട് ഒരു ഇതാണ് അവനെ. അമ്മമ്മ വന്നു കഴിഞ്ഞാൽ അവനെ പുറത്തേക്ക് വരും എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ അമ്മ ഇരിക്കും. അവിടെ ഇറയത്തിരുന്നോളും. വേറൊന്നുമില്ല ഇറയത്തിരിക്കുന്നതിൻ്റെ കാരണം അവിടെ അമ്മ കാറ്റ് കിട്ടും. ഇവിടെയൊക്കെ നല്ല ചൂടാണ്, അകത്തൊക്കെ നല്ല മുന്നിലത്തെ ഒരു മാവ് ഇട്ടിട്ടുണ്ട്. അപ്പം അമ്മാമ്മ വന്നു, അപ്പം ഞാൻ വാല് തുറന്ന് കൊടുത്തതാണ് അവന് കേട്ടോ. അപ്പോൾ വേഗം ബീറ്റ്റൂട്ടൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ പണികൾ വേഗം ആക്കണം. അപ്പം അമ്മ ചവര് കത്തിൻ്റെ സീക്രട്ട് ലാമ്പ് കൊണ്ട് തന്നു. അപ്പം അതാണ് അവിടെ ഇരിക്കുന്നത്, അതൊക്കെ ഞാൻ എടുത്ത് വെക്കണം. ഇങ്ങനെ ബീറ്റ്റൂട്ട് സാമ്പാറിലിട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കളറ് കിട്ടും. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര രസം ഉണ്ടാവും. പുളി പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ രസകരമായിരിക്കും കേട്ടോ. അതിൽ ആ കാര്യങ്ങളൊക്കെ വേഗം ടപ്പേന്ന് പറഞ്ഞെടുക്കട്ടെ. അപ്പോൾ ഇതേ സാമ്പാർ പരിപ്പൊക്കെ വെന്തു. അപ്പോൾ ആവി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി വാരി വെജിറ്റബിൾസൊക്കെ ഇടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാണ്. എന്നിട്ട് വീണ്ടും അവിടെ മൂടി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞു. അപ്പോൾ അതും കൂടെ അതിലേക്കിട്ട് ഇളക്കി ആഡ് ചെയ്തിട്ട് നമ്മൾ കുക്കറിനെ മൂടി വെച്ചിട്ട് ഞാനെപ്പോഴും വാഷ് നനയ്ക്കും. എന്താണെന്ന് വെച്ചാൽ വേഗം വിസിൽ വരാനൊക്കെ വാഷ് അതായത് അടപ്പം നനച്ച് വയ്ക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അത് എനിക്ക് അടുക്കളയൊക്കെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു. നിറച്ച് പൊടിയപ്പോൾ സ്ലാമേന്നുള്ള പൊടിയൊക്കെ തട്ടിയിട്ട് മേശയുമുള്ള പൊടിയൊക്കെ തട്ടിയിട്ട് വേഗം തന്നെ അടിച്ച് വരാൻ കേട്ടോ. വേഗം തന്നെ പൊടികളൊക്കെ അടിച്ച് വാരിയെടുക്കുന്നുണ്ട്. അകങ്ങളൊന്നും അടിച്ച് വാരിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം അകങ്ങളൊക്കെ അടിച്ച് വരാനാണ്. അപ്പോൾ നിറച്ച് അടുക്കള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിക്കേണ്ടി വരും. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം കൊണ്ട് പെട്ടെന്ന് അഴുക്കാവട്ടോ. പിന്നെ ഈ മേശ തുടയ്ക്കുന്നുണ്ട്. ഒരു തുണി എടുത്തിട്ട് ഈ മേശ രാവിലെ തൊട്ടുള്ള അഴുക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടി എൻ്റെ മോള് ഗുരുക്ക് പോയി എൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാലും നമുക്ക് നമ്മുടേതായ തിരക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. വേഗം തന്നെ അവിടെയൊക്കെ തുടച്ചിട്ടൊന്ന് അടിച്ച് വരിടാമെന്ന് വിചാരിക്കാൻ കേട്ടോ. പിന്നെ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? മിക്കവാറും കുട്ടികളുടെ പരീക്ഷയൊന്നും എല്ലാവരെയും പരീക്ഷയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ LKG UKG KG സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ മോള് UKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ 1ാം ക്ലാസ്സിനൊക്കെ പരീക്ഷ 1ാം ക്ലാസ്സിന് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അമ്മ കഞ്ഞി കൂടി കഴിഞ്ഞു. ഹെഫാനെ അമ്മേനെ കൂടെ കഞ്ഞിയും കൊടുത്തു, തൈര് കൂട്ടി കഞ്ഞി കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ്റെ അമ്മയ്ക്ക് ഗുളിക എടുത്ത് കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്, അതിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പൊടികളൊക്കെ അടിച്ച് തൂത്തുവാരാന്ന് വിചാരിക്കണം. അവൻ കട്ടിലുമേ ഇറങ്ങണമെങ്കിൽ പൊടികൾ തൂത്തുവാരില്ലെങ്കിൽ അവൻ പൊടിയിൽ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോട്ടോ. അത് അവൻ്റെ ഒരു ഹോബിയാണ്. അത് പിള്ളേരെ പണ്ട് കാലം പിള്ളേർക്ക് കളിക്കേണ്ട പരിപാടിയല്ലോ. പിള്ളേർ അങ്ങനെ പല കളികളൊക്കെ കളിക്കും. അപ്പോൾ അവനെ കുളിപ്പിച്ചിട്ടുണ്ട് വേഗം തന്നെ. അമ്പടാ ഉള്ളി കഴിഞ്ഞ് ഉടുപ്പിടാൻ പോവാ. അമ്പടാ അങ്ങനെ അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവന് പാൻ്റൊക്കെ ഇടിപ്പിച്ച് അവനെ പുരുകി എഴുതി കൊടുക്കാൻ ക്യാമറ വെച്ചത്ര നീങ്ങിപ്പോയി. അതാണ് അവനെ പുരുകി എഴുതിപ്പിക്കാൻ കാണാത്ത കേട്ടോ. അപ്പോൾ ഇത് അവൻ്റെ ഫേവറേറ്റ് പാവക്കുട്ടി അവൻ്റെ അപ്പച്ച വാങ്ങി കൊടുത്തതാണ് കേട്ടോ. ഇതിനേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ പാവക്കുട്ടിയും കാറൊക്കെ അവൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ പറയുന്നത് അവനെ ഒന്നും കൂടി മുണ്ടുടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വേഗം അവനെ പൗഡർ ഇടിക്കുകയാണ്. ഐബ്രോ പെൻസിലോണ്ടാണ് എഴുതിക്കുന്നത്. എന്നാലും ഒന്ന് പൗഡർ ഇട്ട് കൊടുത്തു. പൗഡർ ഞാൻ മുഖത്തൊന്നും ഇടാറില്ല, പൗഡർ ഇട്ട് നല്ലതല്ലോ. മിടിക്കനായി അഗുളിയൊക്കെ കഴിഞ്ഞ് ചേച്ചി അവിടെ നിന്നേ. ചേച്ചി മുരിങ്ങൂര ആര് കൊണ്ടുപോയേ? അപ്പാപ്പൻ. കുഞ്ഞാ
പറയും. അപ്പാപ്പനെ കുറിച്ച് ജേശീനെ കൊണ്ടുപോയത് അമ്പടാ. നീ പോലുണ്ടോ അവരിക്ക്? പോണില്ല. എന്തുകൊണ്ടാ? ഞാൻ വലുതായിട്ട് എന്താ ഒരു കൊഞ്ചല് ക്യാമറ ഓൺ ആക്കിയപ്പോളാ. അപ്പം അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കൊടുക്കും കേട്ടോ. അവൻ ചോദിക്കണമെങ്കിൽ മുന്നേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. കുട്ടികൾക്ക് ഒന്നര വെള്ളം കൊടുത്തോളൂ. അത്രയ്ക്ക് പൊരിഞ്ഞ ചൂടാണ്, അത്രയ്ക്ക് പൊരിഞ്ഞ വെയിലാണ്. എനിക്ക് കുറച്ച് തുണികളൊക്കെ വാഷ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എങ്ങനെ അലക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ തുണികൾ വെള്ളത്തിൽ നനച്ച് വെച്ചിട്ട് സോപ്പ് പൊടി ഇടില്ല. എന്നിട്ട് സോപ്പ് കൂട്ടി വെക്കും. തിരുമ്മൽ ലാസ്റ്റാണ്. സോപ്പ് കൂട്ടി വെച്ചിട്ട് ബക്കറ്റിനകത്ത് അങ്ങോട്ട് ഇടും. കണ്ടില്ല, ഒരു അരമണിക്കൂർ പോരാ, 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ അതങ്ങനെ കുതിരാനായിട്ട് വെക്കും, ചെളി ഇളകാനായിട്ട് വെക്കും. എന്നിട്ടാണ് ഞാൻ ഇത് തിരുമ്മി പിഴിഞ്ഞിടുള്ളൂ കേട്ടോ. പക്ഷേ അഴുക്ക് പോകില്ല. വാഷിംഗ് മെഷീനിലാണ് അഴുക്കാറ്. അല്ലെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് അപ്പം തന്നെ സോപ്പ് കൂട്ടി അപ്പം തന്നെ കലമുറിച്ച് അഴുകുമ്പോൾ ചെളി പോകണില്ല. അതായത് കൊണ്ട് അമ്മ പറഞ്ഞു തന്ന ട്രിക്കാണ് കേട്ടോ. നമ്മൾ സോപ്പ് കൂട്ടി കുറച്ച് നേരം വെക്കുക, ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അലക്കി നോക്കി വേഗം തന്നെ അഴുക്കൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് വേഗം തന്നെ ചെളി ഇളകുന്നതായിട്ട് കാണാം. പിന്നെ സാമ്പാർ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വിത്തിലൊക്കെ വന്നു. ഞാനെടുത്ത് ഇവന് എരിവില്ലാത്തത് വേണം, ചെപ്പാങ്കുട്ടനെ. സാൻ്റെ മോൾ സ്കൂളിലേക്ക് എരിവുള്ളത് തിന്നും, പക്ഷേ വീട്ടിൽ അവൾ എരിവുള്ളത് തിന്നത്തില്ല. 2 ആൾക്കാരോടാണ് മാറ്റിയിരിക്കുക. അവളിപ്പോൾ ഇവിടെ ഇല്ല, ഒരു വീട്ടിലേക്ക് പോയേക്കാണ്, എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവനുള്ള കൂട്ടാൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. പുളി പിഴിഞ്ഞു ഒഴിച്ചു. അതിൻ്റെ ശേഷം അവന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ത് കടുക് പൊട്ടിക്കാൻ കേട്ടോ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിച്ചെടുക്കി. പിന്നെ അതിലേക്ക് വേപ്പില എടുത്തുകൊണ്ട് വന്നിട്ട് വേപ്പില കഴുകിയിടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വേപ്പില കഴുകുകയാണ്. വേപ്പില കഴുകിയിട്ട് അതിലേക്കിട്ടു. അതിൻ്റെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ വന്നു. അത് കുറച്ച് മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ സാമ്പാർ പൊടി നമ്മളങ്ങോട്ട് ഇട്ടു. കഴിഞ്ഞ സാമ്പാർ അതിലേക്ക് അങ്ങോട്ട് കാച്ചുകയാണ് കേട്ടോ. അതിൻ്റെ ചീറ്റിൽ ഒരുമിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടി ഏകദേശം 2-3 കയ്യിലെടുത്ത് സാമ്പാർ ഒഴിച്ചെടുത്ത ശേഷം അതിൻ്റെ മൊത്തം അങ്ങോട്ട് ഒഴിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് ചീറ്റും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ട് ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കുകയാണ്, കുഴപ്പമില്ല. സെഫാങ്കൂട്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു, ഒരു അമ്മമ്മയുടെ കൂടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് വെള്ളം നിറച്ച് വെക്കലാണ്. മോട്ടർ അടിച്ചിട്ടുണ്ട്, ആ വെള്ളം നിറച്ച് വെക്കണം. ഈ ഒരു അപ്പുറത്ത് ഞാൻ കാണിച്ച ഒരു പൈപ്പിൽ വെള്ളം വരുന്ന പൈപ്പിൽ കൂടെ കാണിച്ചത് നല്ല വെള്ളം വരുന്നതാണ്. അത് മോട്ടർ വിടുന്ന ടൈമിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പം അങ്ങനെ വേഗം തന്നെ വെള്ളം പിടിച്ച് കലത്തിൽ വെക്കാൻ കേട്ടോ. ഒക്കെ അത് മൂടി വെച്ച് സെറ്റാക്കി മോട്ടർ അടിക്കൽ കഴിഞ്ഞു നമ്മുടെ. അതേ നമുക്ക് മുട്ട വറുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു മുട്ടയും 2 മുട്ടയുണ്ട്, കോഴി ഇട്ട മുട്ട കണ്ടോ. അപ്പോൾ കോഴി മുട്ട ഇട്ടു. അപ്പോൾ അത് 2 മുട്ട എടുത്ത് നമുക്ക് ഒന്ന് അപ്പം ചുടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം സബോള കുരുകുരാന്നരിയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ സമയം 12 മണി 12:15 ആയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ചിക്ക് എന്ന് അരിയുകയാണ്. അത് കഴിഞ്ഞ് ഒരു കപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് സബോളയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി ഇടണില്ല കേട്ടോ. മുട്ട പൊട്ടിച്ച് ചോദിക്കുകയാണ് മുളക് പൊടി ഇടാത്തത്. സെഫാങ്കൂട്ട് ചിലപ്പോൾ മുട്ട ചോദിക്കും. അപ്പോൾ അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടിട്ടില്ല. പച്ചമുളകാണെങ്കിൽ പച്ചമുളക് എടുത്ത് മാറ്റിയിട്ട് കൊടുക്കാമല്ലോ. വേഗം തന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് ഉപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടത് ഈ ഒരു ചട്ടിയിലാണ് ഇത് മുട്ടപ്പം ചൂടാൻ വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു ചട്ടിയാണ്. ചിലപ്പോൾ ചപ്പാത്തിക്ക് എടുക്കും. നമുക്കൊക്കെ പൊട്ടാണ്ട് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. പകുതിയായിട്ടാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കിട്ടിയല്ലോ. എങ്ങനെയാലും കുഴപ്പമില്ല. മുട്ട വെന്തും. അപ്പോൾ അതേ സാമ്പാർ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറുണ്ട്, മുട്ട അപ്പം ചുട്ടതുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദേ ഇത്രയും പണികളൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കെട്ടിയാണ് ഉച്ചയ്ക്ക് ചോറിനാൻ വന്ന്. ആൾ ചില്ല് ഗ്ലാസ്സിലാണ് തണുത്ത വെള്ളം കുടിക്കാതെ വേറൊന്നുമല്ല. അങ്ങനെ കുടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണെന്ന് പറയുന്നത്. പക്ഷേ ഞാനത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ തണുത്ത വെള്ളം കുടിക്കാറില്ല, തൊണ്ടയ്ക്ക് പ്രശ്നമാണല്ലോ നിർത്തില്ല. അപ്പം ഞാൻ ദേ മുട്ട തോർത്തും കുറച്ച് സാമ്പാറും കൂട്ടി ഞാൻ അവളോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സെഫാങ്കൂട്ടനെ അമ്മാമ്മ ഉറക്കാൻ കൊണ്ടുപോയേക്കായിരുന്നു. അമ്മാമ്മയുടെ കൂടെ കിടന്നാണ് ഉറങ്ങണത്. രാത്രിയല്ല പകലും. ഉച്ചയ്ക്ക് അമ്മാമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങും അവൻ. ഒരുപാട് മാറ്റമായിട്ടുണ്ട്. ആളൊക്കെ ചക്കരൊക്കെ വലുതായിരുന്നു. ഒരുപാട് മാറ്റം. ചോറൂണൊക്കെ കഴിഞ്ഞ് ആൾ പോവാണ് പണിക്ക്. ഈ വെയിലും കൊണ്ട് പണിയെടുക്കാൻ പോവാൻ. നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം. See you.